പ്രിയപ്പെട്ടവരെ, USS പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗണിതത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഗണിത ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുമല്ലോ. നമുക്ക് ആദ്യമായി ഒരു ചോദ്യം നോക്കാം. സമചതുരത്തിൻ്റെ വികർണം വശമായി വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് ആദ്യത്തേതിൻ്റെ എത്ര മടങ്ങാണ്? 4 ഓപ്ഷൻസുകളും കൊടുത്തിരിക്കുന്നു. 2 മടങ്ങ്, 6 മടങ്ങ്, 8 മടങ്ങ്, 4 മടങ്ങ് എന്ന് വെച്ചാൽ ഒരു സമചതുരം എടുക്കുന്നു, അതിൻ്റെ വികർണം ഒരു വശമായിക്കൊണ്ട് മറ്റൊരു സമചതുരം വരക്കുന്നു. അപ്പോൾ ചെറിയ സമചതുരത്തിൻ്റെ എത്ര മടങ്ങാണ് ആ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്നതാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ചെറിയ സമചതുരം വരക്കുന്നു. കൂട്ടാനും എളുപ്പത്തിന് വേണ്ടി അതിൻ്റെ വശങ്ങൾ 10 സെൻറ്റിമീറ്റർ എന്നെടുക്കുന്നു. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ 10 × 10 = 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഞാൻ ഇതിനെ ഒരു വികരണം വരക്കുന്നു. എന്ന് വെച്ചാൽ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു വികരണമായി. ഇനി ഇത് ഒരു വശമായി കൊണ്ടുവരുന്ന മറ്റൊരു സമചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഈ ഭാഗം ഞാനൊന്ന് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്കൊരു മട്ട ത്രികോണമായി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു മട്ട ത്രികോണമായി എടുത്താൽ ഇപ്പോൾ ഞാൻ വരച്ച വികരണം ഒരു കർണമായി എടുക്കാവുന്നതാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കർണത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കർണ സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ എന്ന് വെച്ചാൽ കർണം എന്ന് എടുക്കുകയാണെങ്കിൽ √ പാദം സ്ക്വയർ + ലംബം സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ പാദം 10 സെൻറ്റിമീറ്റർ ആണ്, ലംബം 10 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ √10ൻ്റെ സ്ക്വയർ 100. അതുകൊണ്ട് 2 100 കൂട്ടിയാൽ √200 200 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കർണത്തിൻ്റെ നീളം √200 സെൻറ്റിമീറ്റർ ആണ്. അതെത്ര എന്നുള്ളത് ഇവിടെ വിഷയമല്ല. √200 സെൻറ്റിമീറ്റർ എന്ന് വെച്ചു. ഇനി നമ്മൾ ഇത് വശമായി കൊണ്ടുവരുന്ന വലിയൊരു സമചതുരം വരയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു സമചതുരമാണെങ്കിൽ നീളവും വീതിയും തുല്യമാണല്ലോ. അപ്പോൾ √200 സെൻറ്റിമീറ്റർ എന്നുള്ളത് അതുതന്നെയായിരിക്കും അതിൻ്റെ വീതിയും. നീളം √200 ആണെങ്കിൽ വീതിയും √200 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എത്രയാണ്? √200 × √200 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ റൂട്ടുകൾ തമ്മിൽ വെട്ടിപ്പോവും. അപ്പോൾ 200 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഉത്തരം കിട്ടും. ആദ്യത്തേത് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എത്ര മടങ്ങാണ് വലിയ സമചതുരം? 2 മടങ്ങാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 1ാമത്തെ ഓപ്ഷനായ 2 മടങ്ങ് എന്നതാണ്. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. രാജേഷ് 4 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലത്തിലാണ്? 4 ഓപ്ഷൻസുകളും കൊടുത്തിരിക്കുന്നു. 10 കിലോമീറ്റർ, 8 കിലോമീറ്റർ, 14 കിലോമീറ്റർ, 12.5 കിലോമീറ്റർ. ഇതുപോലെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ചെയ്യേണ്ടത് അയാൾ സഞ്ചരിച്ച ദൂരം ഒരു പേപ്പറിൽ വരച്ചു നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരച്ച് നോക്കിയാൽ നമുക്ക് പരിചിതമായ ഏതെങ്കിലും രൂപത്തിലോട്ട് അത് എത്തിക്കാൻ പറ്റുമോ നോക്കുക. അതെത്തിച്ചാൽ നമുക്കതിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കാം. ഇതാണ് ഇതിനുള്ള മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സഞ്ചരിച്ച പാത്ത് കടലാസിലോട്ട് വരക്കാൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തെക്ക് എവിടെയാണ്, വടക്ക് എവിടെയാണ് എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മാപ്പ്. അതായത് ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണെങ്കിലും നമ്മൾ അതൊരു കടലാസിലോട്ട് പകർത്തുമ്പോൾ നോർത്ത് അല്ലെങ്കിൽ വടക്ക് എപ്പോഴും മുകളിലായിക്കൊണ്ടാണ് നമ്മൾ വരക്കുക. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. അപ്പോൾ നോർത്ത് മുകളിലാണെന്ന് സങ്കല്പിച്ചാൽ സൗത്ത് താഴെയാണ്, തെക്ക് താഴെയാണ്, ഈസ്റ്റ് നമ്മുടെ വലതു ഭാഗത്തും വെസ്റ്റ് നമ്മുടെ ഇടതു ഭാഗത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ചോദ്യത്തിൽ ഇപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് എന്നാണ് തന്നിരിക്കുന്നത്. എന്നാൽ ചില ചോദ്യങ്ങളിൽ ചിലപ്പോൾ ആദ്യം വടക്കോട്ട് സഞ്ചരിച്ച് ശേഷം പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പിന്നെ തെക്കോട്ട് സഞ്ചരിച്ച് എന്നും തരാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതിന് ഈ ഒരു ചിത്രം മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്.
ആദ്യം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ തായ് ഭാഗത്തോട്ടാണ് അയാൾ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ തായ് ഭാഗത്തോട്ട് നമ്മളൊരു വര വരക്കുന്നു, 4 കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തുന്നു. ഇനി അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതായത് താഴേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ആൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ അയാൾ കിഴക്കിലോട്ടാണ് പോകുന്നത്, നമ്മുടെ വലതുഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് 6 കിലോമീറ്റർ എന്നുള്ള ഒരു ഞാൻ വര വരച്ചിരിക്കുന്നു. ശേഷം പറഞ്ഞിരിക്കുന്നത് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ വലത് ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കിഴക്ക് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അയാൾ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു, സൗത്തിലോട്ട് തന്നെ വീണ്ടും 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇതാണ് അയാളുടെ സഞ്ചരിച്ച പാത എന്ന് പറയുന്നത്. ഇനി അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലത്തിലാണ് എന്നാണ് ചോദ്യം. തുടങ്ങിയ സ്ഥലത്തു നിന്നും അകലത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോട്ട് ചെയ്തിരിക്കുന്ന വരയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഷേപ്പ് എന്ന് പറയുന്നത് 2 മട്ട ത്രികോണങ്ങളാണ്. അതെവിടെയാണ് ഈ ഡോട്ടഡ് ലൈൻ കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ 6 കിലോമീറ്ററിൻ്റെ ഈ വര ഞാൻ മുകളിലോട്ടും 4 കിലോമീറ്ററിൻ്റെ നമ്മുടെ ഇടതുവശത്തുള്ള വര ഞാൻ വലതുവശത്തോട്ടും കൊണ്ടുവന്നാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഇനി ഈ നമ്മൾ സഞ്ചരിച്ച പാതയുടെ അതേ അളവ് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരു മട്ട ത്രികോണമായി. അപ്പോൾ ഇതിൽ മുകളിൽ 6 കിലോമീറ്ററും വശങ്ങളിൽ 4 കിലോമീറ്റർ മൊത്തം 8 കിലോമീറ്ററാണ് ഉള്ളത്. ഇതാണ് അദ്ദേഹം ആകെ എത്ര ദൂരത്തിലാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പോൾ ഇതിൽ ഞാൻ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ABC എന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലെ AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AC ഒരു മട്ട ത്രികോണത്തിൻ്റെ AC കണ്ടുപിടിക്കാൻ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് നമുക്കറിയാം. സോ AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇതിൽ AB എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36. BC എന്ന് പറയുന്നത് 4 4 8 ആണ്. 8ൻ്റെ സ്ക്വയർ 64. സോ റൂട്ട് ഓഫ് 36 പ്ലസ് 64 എന്ന് കിട്ടും. അപ്പോൾ അതിന് 100 എന്ന് ഉത്തരം കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 10 ആണ് ഉത്തരം. സോ 10 കിലോമീറ്റർ ആണ് ACയുടെ നീളം. എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം സഞ്ചരിച്ച ദൂരത്ത് നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നാമത്തെ ഓപ്ഷനായ 10 കിലോമീറ്റർ എന്നതാണ്. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ഒരേ ദിശയിൽ സമാന്തര ട്രാക്കുകളിൽ സഞ്ചരിക്കുന്ന 2 ട്രെയിനുകളുടെ വേഗം യഥാക്രമം 50 km/h 100 km/h എന്നിങ്ങനെയാണ്. ആദ്യ ട്രെയിൻ പുറപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ട്രെയിൻ പുറപ്പെട്ടത്. എത്ര ദൂരം കഴിയുമ്പോഴാണ് 2 ട്രെയിനുകളും ഒപ്പം എത്തുന്നത്? 4 ഓപ്ഷൻസുകൾ കൊടുത്തിരിക്കുന്നു. 100 കിലോമീറ്റർ, 400 കിലോമീറ്റർ, 200 കിലോമീറ്റർ ആൻഡ് 300 കിലോമീറ്റർ. കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് തോന്നുകയും എന്നാൽ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായ ഒരു ചോദ്യവുമാണിത്. ഇതിൻ്റെ ഉത്തരം കിട്ടാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം തന്നിരിക്കുന്ന 4 ഓപ്ഷൻസുകളിൽ ഏതാണ് മാച്ച് ആവുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതെല്ലാ ക്വസ്റ്റ്യൻസിനും അപ്ലൈ ആയിക്കൊള്ളണമെന്നില്ല. എന്നാലും ഇതുപോലെ 200, 100, 300 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. അത് നമുക്ക് അവസാനമായിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ഒരു ക്രിയ മൂലം ചെയ്യാവുന്നതാണ്. അത് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. ഞാനിവിടെ 2 ട്രെയിൻ വരച്ചിരിക്കുന്നു. ആ ട്രെയിൻ നമ്പർ കൊടുത്തിരിക്കുന്നു, ട്രെയിൻ 1 ആൻഡ് ട്രെയിൻ 2. ട്രെയിൻ 1ൻ്റെ ദൂരം സ്പീഡ് വേഗത 50 km/h ആണ് നമുക്കറിയാം. ട്രെയിൻ 2ൻ്റെ വേഗത 100 km/h ആണ്. ഇനി ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ 1 പുറപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് ട്രെയിൻ 2 പുറപ്പെടുന്നത്. എന്ന് വെച്ചാൽ ട്രെയിൻ 2 പുറപ്പെടുമ്പോൾ ട്രെയിൻ 1 2 മണിക്കൂർ മുന്നിലായിരിക്കും. അപ്പോൾ ഈ 2 മണിക്കൂർ മുന്നിലാണെങ്കിൽ ഇനി ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് അവർ യാത്ര ആരംഭിക്കുന്നതെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇത് എപ്പോഴാണ് രണ്ടും ഒരേ സ്ഥലത്ത് എത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഈ ഒരേ സ്ഥലത്ത് എത്തുന്ന അല്ലെങ്കിൽ ഒപ്പം എത്തുന്നത് എന്ന് പറഞ്ഞാൽ 2 പേരുടെയും ഡിസ്റ്റൻസ് ഒന്നാണ് എന്നതാണ് അർത്ഥം. തുടങ്ങിയ സ്ഥലത്ത് നിന്നും 2 പേരും ഒരേ ഡിസ്റ്റൻസിൽ എത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ബീജഗണിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി D എന്ന് എടുക്കുന്നു. ഇത് രണ്ടാമത്തെ ട്രെയിനാണ് കംപ്ലീറ്റ് സഞ്ചരിക്കാനുള്ളത്. ഒന്നാമത്തെ ട്രെയിൻ കുറച്ച് സഞ്ചരിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെടുക്കുന്നില്ല.
രണ്ടാമത്തെ ട്രെയിൻ കംപ്ലീറ്റ് സഞ്ചരിക്കാനുണ്ട്. സോ അതിനാൽ എളുപ്പത്തിന് അതിന് ഞാൻ ഡിസ്റ്റൻസ് ഡി എന്നെടുക്കുന്നു. അത് സഞ്ചരിച്ച ദൂരത്തിനെ ടൈമിനെ ടി എന്നും എടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിന് ആ ഡിസ്റ്റൻസ് എന്താണ്? എത്രയാണോ സഞ്ചരിച്ച മണിക്കൂർ, ആ മണിക്കൂർ ഇൻറ്റു അതിൻ്റെ വേഗതയാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ടൈം ഇൻറ്റു 100 km/h ആണ് അതിൻ്റെ വേഗത. ഇനി ഇതുപോലെ നോക്കുകയാണെങ്കിൽ ട്രെയിൻ 1ൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ട്രെയിൻ 1ൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ടി, വലിയ ടി അല്ല, സ്മോൾ ടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഡിസ്റ്റൻസ് ഒന്ന് തന്നെയാണ്. ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഇൻറ്റു 50, കാരണം അതിന് 50 km/h ഉള്ളൂ, സ്പീഡുള്ളൂ. എന്നാൽ സ്മോൾ ടി എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട, വലിയ ടീനെക്കാട്ടിയും 2 മണിക്കൂർ കൂടുതലാണ് എന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതാം. ഡി ഈസ് ഈക്വൽ ടു ടി പ്ലസ് 2 ഇൻറ്റു 50. അപ്പോൾ ചെറിയ ട്രെയിൻ, ചെറിയല്ല, ഒന്നാമത്തെ ട്രെയിൻ 50 km/h ടി സമയം ചെയ്താൽ പോരാ, ടിയും പിന്നെ ആദ്യം സഞ്ചരിച്ച 2 മണിക്കൂർ കൂടി കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട്. സോ ടി പ്ലസ് 2 ആണ് അതിൻ്റെ ടൈം ഇൻറ്റു 50. ഇനി ഡി തുല്യമാണ് നമുക്കറിയാം. അപ്പോൾ ട്രെയിൻ 1ൻ്റെയും ട്രെയിൻ ടീൻ്റെയും ഡി ഈക്വലൈസ് ചെയ്താൽ ടി ഇൻറ്റു 100 ഈക്വൽ ടു ടി പ്ലസ് 2 ഇൻറ്റു 50 എന്ന് ഉത്തരം കിട്ടും. ഒറ്റ വാചകം മാത്രമേ, ഒറ്റ ഘടകം മാത്രമേ ഇത് കണ്ടുപിടിക്കാനുള്ളൂ. 100 ടി എന്നുള്ളത് 100 ടി ഈസ് ഈക്വൽ ടു 50 ടി പ്ലസ് 100 എന്ന് കിട്ടും. സോ 50 ടിയെ നമ്മൾ സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 100 ടി മൈനസ് 50 ടി ഈസ് ഈക്വൽ ടു 50 ടി ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഇതിൽ നിന്നും ടി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ വലിയ ട്രെയിൻ ആകെ 2 മണിക്കൂറേ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ വലിയ ട്രെയിൻ സഞ്ചരിക്കാവുന്ന ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 100 ആണ്, കാരണം 100 km ആണ് വേഗത. സോ 2 × 100 200 എന്ന് ഉത്തരം കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ഉത്തരം. എന്നാൽ ഇത് ചെയ്യുകയല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഈ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ്, ഓരോ ഓപ്ഷൻസും. ചിലപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയി തോന്നുക. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 100 km, 2 ട്രെയിനുകളും 100 km ഒപ്പം എത്താൻ രണ്ടാമത്തെ ട്രെയിൻ 1 മണിക്കൂർ കൊണ്ട് തന്നെ 100 km എത്തും. 1 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം 2 മണിക്കൂർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ട്രെയിൻ. അപ്പോൾ അത് 50 km 100 മുന്നിലാണ്. അതിനാൽ ഇത് മാച്ച് ആവില്ല. 2, 3 നോക്കിയാലൊന്നും അത് മാച്ച് ആവില്ല. ആകെ മാച്ച് ആവുന്നതിൽ 200 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനായ 200 ആണ്. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഒരു നോട്ട് പുസ്തകത്തിൻ്റെയും പേനയുടെയും കൂടി വില 24 രൂപയാണ്. നോട്ട് പുസ്തകത്തിൻ്റെ വില പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയുടെ വില എത്ര എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസുകളും കൊടുത്തിരിക്കുന്നു. 12 രൂപ, 4 രൂപ, 18 രൂപ, 6 രൂപ. ഇങ്ങനെയുള്ള എല്ലാ ഗണിത ചോദ്യങ്ങളും ക്രിയ മൂലം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ക്രിയ ചെയ്യേണ്ട കാര്യമുണ്ടാവില്ല. ഓപ്ഷൻസുകൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഉദാഹരണത്തിനാണ് ഈ ഒരു ചോദ്യം. ഇത് നമ്മൾ ക്രിയ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഈ ചോദ്യത്തിന് മാച്ച് ആണോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 12 രൂപ എന്നതാണ്. പേനയുടെ വില 12 ആണെങ്കിൽ നോട്ട് പുസ്തകത്തിൻ്റെ വില 12 രൂപ കൂടുതൽ വേണം. അപ്പോൾ നോട്ട് പുസ്തകത്തിൻ്റെ രൂപ 12ഉം 12ഉം 24 എന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ തുക 24 ആവണമെന്നാണ്. 12ഉം 24ഉം കൂടി കൂട്ടിയാൽ 36 എന്ന് കിട്ടും. അപ്പോൾ ചോദ്യത്തിൽ 12 രൂപ കൊള്ളില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 4 രൂപ. 4 രൂപ പേനയ്ക്കാണെങ്കിൽ നോട്ട് പുസ്തകത്തിന് 12 രൂപ കൂടുതൽ 16 രൂപ എന്ന് കിട്ടും. 4ഉം 16ഉം കൂടി കൂട്ടിയാൽ 20 കിട്ടുന്നുള്ളൂ. തുക 24 ആവുന്നില്ല. അടുത്തത് 18 രൂപ പേനയ്ക്കാണെങ്കിൽ നോട്ട് പുസ്തകത്തിന് 30 രൂപ എന്ന് വരും. 30ഉം 18ഉം ടോട്ടൽ 48 രൂപ വരും. ടോട്ടൽ വില 24 വരാൻ പാടുള്ളൂ. അപ്പോൾ അതുമല്ല. നാലാമത്തെ ഓപ്ഷൻ 6 രൂപ എന്നാണ്. 6 രൂപ പേനയ്ക്കുണ്ടെങ്കിൽ നോട്ട് പുസ്തകത്തിൻ്റെ വില 12 രൂപ അധികം എന്ന് പറയുമ്പോൾ 18 രൂപ വരും. അപ്പോൾ ആകെ 6ഉം 18ഉം 24 വരും. അപ്പോൾ അതാണ് കറക്റ്റ് ഉത്തരം. നാലാമത്തെ ഉത്തരമാണ് ശരി. നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു, നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ക്രിയ മൂലം ചെയ്യേണ്ടത് എന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഇതൊരു
ദ്വിമാന സമവാക്യമൊക്കെ എടുക്കുന്നതാണ്. ആദ്യം നോട്ട് പുസ്തകത്തിൻ്റെ വില എക്സ് എന്നെടുക്കുന്നു, പേനയുടെ വില വൈ എന്നെടുക്കുന്നു. നമുക്ക് ഈ രണ്ട് സംഖ്യയും ഈ രണ്ട് വിലയും എത്ര എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ കൂട്ടിയാൽ 24 നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 24 എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷൻ കൂടി നമുക്കറിയാം. അതായത് രണ്ടിൻ്റെയും വില, നോട്ട് പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 12 രൂപ അധികമാണ്. എന്ന് വെച്ചാൽ എക്സ് ആണ് വലിയ സംഖ്യ. അപ്പോൾ എക്സിൽ നിന്നും വൈ കുറച്ചാൽ 12 കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 12. ഈ രണ്ട് ഇക്വേഷനെ നമുക്കുള്ളൂ. രണ്ട് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന പരമാവധി ഇത് എന്ന് പറയുന്നത് 2 ഘടകങ്ങളാണ്. അപ്പോൾ എക്സ് വൈ സെഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2 ഇക്വേഷൻ വെച്ച് കിട്ടില്ല, 3 വേണം. ഇപ്പോൾ ഇവിടെ 2 എണ്ണമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. സോ അതിനാൽ തന്നെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾക്ക് ആദ്യമായി ഇക്വേഷൻ്റെ നമ്പർ ഇടാം. 1 എന്നും മറ്റേ 2 എന്ന് നമ്പർ ഇട്ടു. ഇനി 1ഉം 2ഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? ആദ്യത്തെ എക്സും എക്സും കൂട്ടിയാൽ 2x എന്ന് കിട്ടും. പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടിയാൽ 0 എന്ന് കിട്ടും. പിന്നെ 24ഉം 12ഉം കൂട്ടിയാൽ 36 എന്നും കിട്ടും. അപ്പോൾ 2x ഈസിക്കൽ ടു 36 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിലെ 1x എത്രയാണ്? 36 ഹരിക്കണം 2 18 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. എന്ന് വെച്ചാൽ നോട്ട് പുസ്തകത്തിൻ്റെ വില 18 ആണെന്ന് നമുക്ക് മനസ്സിലായി. പേനയുടെ വില എന്തായിരിക്കും? നോട്ട് പുസ്തകത്തിനേക്കാൾ 12 കുറവാണ്. എന്ന് വെച്ചാൽ ഉത്തരം നോട്ട് പുസ്തകത്തിൻ്റെ വില 18ഉം പേനയുടെ വില 6ഉമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ക്രിയമൂലം ചെയ്യേണ്ടത്. ഇതിന് സമയമെടുക്കും. അതിനാൽ ചില ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താനാവും. അതിലൊരു ഉദാഹരണമാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിനാൽ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം 4ാമത്തെ ഓപ്ഷനായ 6 രൂപ എന്നതാണ്.